ഒരു അമ്മ എന്ന നിലയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ കാണുന്നത്. എൻ്റെ വിരൽ കുത്താൻ സ്പേസ് ഇല്ല, അതുപോലെ സ്കിന്ന് ഫുള്ളായി. അവർ ഫംഗൽ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞ്, എനിക്കത് കണ്ടിട്ട് ഫംഗൽ ഇൻഫെക്ഷനാണെന്ന് തോന്നിയില്ല. ഞാൻ സഡൻ അപ്പോയിൻമെൻ്റ് എടുത്തു, പ്രൈവറ്റായിട്ട് കൊണ്ട് കാണിച്ചു. അവർ ഡയഗ്നോസിസ് ചെയ്തു, കൊച്ചിന് സോറിയാസിസ് ആണ്. ഞങ്ങൾക്കത് തകരാൻ ആ നിമിഷം ഞങ്ങൾ തകർന്നു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കൊച്ചിൻ്റെ തല നിറയെ താരനായി, അത് സോറിയാസിസ് ആയിരുന്നു. ഞങ്ങളത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഫുള്ള് ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നേ. വളരെ വളരെ ദയനീയ അവസ്ഥയിലായി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടർ ഞങ്ങളെ ഇരുത്തി, ഈ കുഞ്ഞിൻ്റെ ലൈഫ് മുഴുവൻ ഞാനിത് സഫർ ചെയ്യണം, കുഞ്ഞത് സഫർ ചെയ്തേ പറ്റൂ, ഇതിന് വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഓൺ ആൻഡ് ഓഫ് വന്നും പോയും തന്നെ ഇരിക്കും. ഇതെല്ലാം കേട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ജീവിതം അടുത്തൊരവസ്ഥയിലായി. മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതായി. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് മരിച്ചാലോ, ഈ കുഞ്ഞിനിങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ലൈഫിൽ എനിക്കങ്ങനെ ജീവിക്കാനും പറ്റത്തില്ല. ഞാനത് അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാതായി, അവരെ വെറുത്തു തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ മുഖത്തോട് നോക്കാതെയായി. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ പോലും ഞാൻ എന്നും കർത്താവിന് പ്രാർത്ഥിക്കാൻ, കർത്താവേ മാറാവ്യാധിയും തീരാ ദുഃഖവും ഒരിക്കലും തരരുതേ എന്ന്. പക്ഷേ എനിക്കത് തോന്നു. ഞാൻ എന്നിട്ട് കർത്താവിനെല്ലാം നിരസിച്ചു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ മുഖത്ത് നോക്കത്തില്ല, രൂപ കൂട്ടി നോക്കത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ മനസ്സ് വീണ്ടും തണുത്തു. ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, നീ എന്തിനെനിക്കിത് തന്നു? ഞാൻ നിന്നോട് എന്ത് തരരുതെന്ന് പറഞ്ഞോ, നീ അതെനിക്ക് തന്നു. ഞാനത് വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വീണ്ടും ഞങ്ങൾ ഓൺലൈനിൽ കാണിച്ചു, വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. അവർ വീണ്ടും കൺഫേം ചെയ്ത് ഇത് സോറിയാസിസ് ആണ്. ഞാൻ കുഞ്ഞിനെ നാട്ടിൽ കയറ്റി വിട്ടു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കുഞ്ഞ് തന്നെ നാട്ടിൽ പോയി. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ തൈലം ഉണ്ടായിരുന്നു, തേനുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. കുഞ്ഞ് നാട്ടിൽ ചെന്നപ്പോൾ തൊട്ട് അത് അപ്ലൈ ചെയ്ത് തുടങ്ങി. തേൻ കൊടുത്തു തുടങ്ങി, ഉപ്പ് കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ് 12ാമത്തെ ദിവസമായി കുഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു, കാണിച്ചു. അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അതെല്ലാം ഉണങ്ങി തുടങ്ങിയിരുന്നു. ജസ്റ്റ് പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ നിയർലി 1 ഇയർ ആവുക. ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നോർമൽ സ്കിന്നാണ് എൻ്റെ മോൾക്കിപ്പം. ഇതിനെല്ലാം എൻ്റെ അമ്മ മാതാവാണ് എന്നെ സഹായിച്ചത്. അതുപോലെ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി എടുത്തു തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പോലും അറിയാതെയാണ് നടക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് എൻ്റെ അമ്മ മാതാവ് യേശുവപ്പനും എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.